എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതിക്കെതിരെ CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിച്ചു വേണം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ എന്നാണ് ജില്ലാ നേതാക്കൾ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിഷയം വന്നത് ദോഷം ചെയ്യുമെന്നും വിലയിരുത്തൽ. കിൻഫ്രയ്ക്ക് നൽകിയ വെള്ളത്തിൽ നിന്നാണ് മദ്യനിർമ്മാണത്തിന് വെള്ളം നൽകുന്നത് എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാദം. ബ്ലൂബെറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജലസേചന വകുപ്പോ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റോ എന്താ ചെയ്തത്? ജലസേചനത്തിനും കുടിവെള്ളത്തിനുമുള്ള പ്രയോറിറ്റി ഒരിക്കലും മറികടന്നിട്ടില്ല. അവിടെ 95 ml വാട്ടർ ഉപയോഗിക്കുന്നതിൽ 10 ml കിൻഫ്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കിൻഫ്രയ്ക്ക് കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ജലം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്നുള്ളത് മാത്രമേ വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളൂ. വേറെ വാട്ടർ അതോറിറ്റി അതിനകത്തൊരു കക്ഷിയല്ലല്ലോ. അതിപ്പോൾ അദ്ദേഹത്തിനെ മനസ്സിലായിട്ടുള്ളൂ, എനിക്കൂടെ മനസ്സിലാവണ്ടേ? അദ്ദേഹത്തിന് മനസ്സിലായ മാത്രമാവൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഇതിന് അനുമതി കൊടുത്തത്, ഈ ചോദ്യത്തിന് മറുപടി അനുമതി കൊടുത്തത്, ഇങ്ങനെ കൊടുക്കുന്ന 10 ml വാട്ടറിൽ നിന്ന് ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അനന്തൻ, ഇത് വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDF വലിയ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിന് അവിടെയുള്ള പാലക്കാടുള്ള ജില്ലാ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ പോലും ഈ 2 ദിവസം മുൻപാണ് ഈ വിഷയം അറിഞ്ഞതെന്ന ഒരു ആക്ഷേപമുണ്ട്. ഇന്നിപ്പോൾ ഈ അനുമതി, ഈ പദ്ധതിക്കുള്ള വെള്ളം അത് എവിടെ നിന്ന് ലഭിക്കും? കാരണം ഇപ്പോഴും കൃഷി ആവശ്യങ്ങൾക്ക് പോലും കനാൽ വെള്ളത്തെ ആശ്രയിക്കുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ വെള്ളം, ഈ മദ്യനിർമ്മാണശാലയ്ക്കായുള്ള വെള്ളം എവിടെ നിന്ന് വരുന്നു? അത് മലമ്പുഴ ഡാമിൽ നിന്നാണോ, അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ജല അതോറിറ്റി നൽകാൻ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ ഒരു വിശദീകരണം മന്ത്രി നൽകുന്നുണ്ടോ? ആര്യ, പാലക്കാട് വീണ്ടും ഒരു ജലസമരത്തിന് വേദിയാകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിന് കാരണമാകുന്നത് ഒയാസിസിന് അനുവദിച്ച മദ്യനിർമ്മാണശാലയാണ്. ഈ വിഷയം ഉന്നയിച്ച് തന്നെയാണ് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നത്. അതിൽ കൂടുതൽ സർക്കാരിന് തലവേദനയായി മാറുന്നത് CPMന്റെ വിവിധ ഘടകങ്ങളിലും ഒപ്പം തന്നെ മുന്നണിക്കുള്ളിലും ഇത് സംബന്ധിച്ചുള്ള അതൃപ്തി പുകയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് CPM ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഈ ബ്രുവറി വിവാദത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അതായത് CPM പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നത് ഈ വിഷയം ആ പ്രാദേശിക നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിവാദമായപ്പോൾ മാത്രമാണ് CPMന്റെ പാലക്കാട് ഘടകം ഈ വിഷയം അറിയുന്നതെന്നാണ് സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്ന വിമർശനം. അത് ഗൗരവമുള്ള വിമർശനം കൂടിയാണ്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആസന്നമായിരിക്കുമ്പോൾ ഇത്തരമൊരു വിഷയം പാലക്കാട് വരുന്നത് ഭൂഷണമല്ല എന്നുകൂടി അംഗങ്ങൾ, സമ്മേളന പ്രതിനിധികൾ ഉന്നയിക്കുന്നു, ഈ പ്രധാന വിമർശനമായി ഉന്നയിക്കുന്നു. ഇതുകൂടാതെ CPIക്കും ഇത് സംബന്ധിച്ചുള്ള അതൃപ്തിയുണ്ട്. മുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നുള്ള വിമർശനം നിലനിൽക്കുന്നു. ഇതിനൊപ്പം തന്നെ സർക്കാരിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് ജലം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിശദീകരണം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും തിരിച്ചടിയായത് ഇന്നലെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ പാലക്കാട് ഈ കമ്പനിക്ക് ജലം നൽകുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തതയുണ്ട് എന്ന് പരസ്യമായി പ്രസ്താവന നടത്തിയതാണ്. അതായത് കമ്പനി വഞ്ചിച്ചുകൊണ്ടാണ് ഈ അനുമതി നേടിയെടുത്തത്. സ്പിരിറ്റ് പ്ലാന്റ് മാത്രം നടത്തുന്നു എന്നാണ് കമ്പനി ഈ ജല അതോറിറ്റി അറിയിച്ചത്. അതിനനുസരിച്ചുള്ള വെള്ളമാണ് നൽകിയതെന്നാണ്. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ മന്ത്രി വന്നിട്ട് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പുതിയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കമ്പനിക്ക് നേരിട്ട് വാട്ടർ അതോറിറ്റി വെള്ളം നൽകുന്നില്ല, പകരം കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളം അതാണ് കമ്പനി ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന വിശദീകരണം. അതിൽ തന്നെ അവ്യക്തതയാണ്. ഇത് എങ്ങനെയാണ് കമ്പനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏത് പദ്ധതിയിൽ നിന്നാണ് വെള്ളം നൽകുന്നത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിശദീകരണമൊന്നും മന്ത്രി നൽകുന്നില്ല. മാത്രമല്ല, ഉദ്യോഗസ്ഥൻ ഇന്നലെ പ്രതികരിച്ചത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി മാറും എന്നുള്ളത് വ്യക്തമാണ്.